നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പരിവാർ എന്നുള്ളൊരു മലയാളം സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പം ഞാൻ ഓർത്തൊരു സംഭവം, എനിക്കറിയുന്ന ഒരു ഒരു വീട്ടിൽ 2-3 മക്കളൊക്കെ എല്ലാവരും വിദേശത്തൊക്കെയാണ്. അപ്പൻ വയ്യാതെ ഇങ്ങനെ നാട്ടിൽ കഴിയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മക്കൾ നാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അപ്പൻ ഒരു 3 മാസത്തോളം ഏകദേശം ബെഡഡായി. അപ്പം മക്കൾ വന്നൊക്കെ കണ്ടുപോയി. പിന്നെ ഒരു പ്രാവശ്യം കൂടി വന്ന സമയത്ത് അപ്പൻ എന്തുപോലെ അങ്ങ് മരിച്ചു. ഈ മരിച്ചു കഴിഞ്ഞപ്പോഴേ 2-3 ദിവസത്തേക്ക് അടക്കത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഓർക്കുന്നത്, നമ്മൾ സാധാരണ മരിക്കുമ്പം മരണ വാർത്ത പത്രത്തിൽ പബ്ലിഷ് ചെയ്യും, റോഡിലൊക്കെ ചില ഫ്ലെക്സുകളൊക്കെ വെക്കും. ഈ പത്രത്തിൽ കൊടുക്കാനും റോഡിൽ ഫ്ലെക്സ് വെക്കാനായിട്ടും അപ്പൻ്റെ ഒരു ഫോട്ടോ ഈ മക്കളുടെ ഇല്ല. മക്കളുടെ എല്ലാം സ്മാർട്ട് ഫോണുണ്ട്, മരുമക്കളുടെ സ്മാർട്ട് ഫോണുണ്ട്, കൊച്ചുമക്കളുടെ സ്മാർട്ട് ഫോണുണ്ട്. അവരിഷ്ടം പോലെ ഫോട്ടോസും റീൽസും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയും അങ്ങനെയൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെങ്കിൽ അപ്പൻ്റെ ഒരു ഫോട്ടോ ഈ മക്കളുടെ ഇല്ല. ആ നാട്ടിലുള്ള ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം 3-4 വർഷം മുമ്പ് ഈ മനുഷ്യൻ പോയി പങ്കെടുത്ത ഒരു കല്യാണ ഫോട്ടോയിൽ നിന്ന് കട്ട് ചെയ്ത് അദ്ദേഹം ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് ഇവർക്ക് കൊടുത്തു. പ്രശ്നം സോൾവായി. ഞാൻ പറഞ്ഞു വരുന്നത്, ചില ധാർമ്മിക കടമകളുണ്ട്. ഇപ്പോൾ പല മക്കളും ഇപ്പം വെക്കേഷനൊക്കെ നാട്ടിൽ പോയാലും അപ്പൻ്റെ അമ്മയുടെയും കൂടെ പലരും നിൽക്കാറില്ല. അവർ ചെല്ലുന്നു, വണ്ടി എടുക്കുന്നു, അവരെങ്ങോട്ടിലൊക്കെ പോകുന്നു. അപ്പനും അമ്മയും ഇവരെ സ്വീകരിക്കുന്ന ദിവസം ചിലപ്പം ഇവർ തിരിച്ചു പോകുന്ന ദിവസം ചിലപ്പോൾ കാണത്തുള്ളൂ. നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് എന്തൊരു സാധനവും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അപ്പനും അമ്മയും എന്ന് പറയുന്നത് അവരുടെ സ്നേഹവും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോൾ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ പറയുന്നത് അനുഭവത്തിൽ കൂടെ കാണുന്ന ഒരാൾക്കാണ് മനസ്സിലാവും. നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ അപ്പനും അമ്മയും വീട്ടിലുണ്ട്. നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളതേ വീട്ടിലോട്ടൊന്ന് ചെന്ന് കയറണം. നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ ആരും ഉണ്ടാകത്തില്ല. ഇനി ആരുണ്ടായാലും അപ്പനും അമ്മയ്ക്കും തുല്യം ആകത്തില്ല. എത്ര വയ്യാതാന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോരാൻ നേരത്ത് അമ്മ കുറേ ഇടിച്ച സംബന്ധിയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും. നമ്മൾ ചിലപ്പോൾ വെറും കൈയോടെ തിരിച്ച് പോരേണ്ടതായിട്ടൊരു അവസ്ഥ വരും. അത് അനുഭവത്തിൽ കൂടെ കടന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ പോകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു മുൻകരുതലായി ഞാൻ പറയുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് സമയം, ഞാനീ പറയുന്നത് നിങ്ങളെല്ലാവരും ചെന്ന് വീട്ടിൽ ചെന്ന് അപ്പൻ്റെ അമ്മയുടെ ഓരോ ഫോട്ടോ എടുത്ത് വെക്കണം എന്നുള്ളതല്ല ഞാനീ പറയുന്നത്. കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക, അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവരുടെ ഫോട്ടോസ് എടുക്കുക. പിന്നീട് നാളെ അവരില്ലാതെ വന്നാലും ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. ഓരോ ഫോട്ടോയും ഓരോ ഓർമ്മകളും ചരിത്രവുമാണ്. താങ്ക് യു.